ബി അശോകിനെ തദ്ദേശഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ച സർക്കാരിന് തിരിച്ചടി. നിയമന ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. ബി അശോക് കാർഷികോൽപാദന കമ്മീഷണറായി തുടരും. തദ്ദേശഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ച നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി അശോക് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. ആർ ശ്രീത്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീത്ത്, ബി അശോക് അത് പറയുന്നതിന് കൃത്യമായ കാര്യകാരണങ്ങൾ സഹിതമായിരുന്നു അദ്ദേഹം അത് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ അതൃപ്തി അറിയിച്ചത്. അതിനെന്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അംഗീകാരം കിട്ടുന്നു അല്ലേ ശ്രീത്ത്? ഇതിനു മുമ്പ് ചേർന്ന മന്ത്രിസഭായോഗമാണ് ബി അശോകിനെ തദ്ദേശഭരണ പരിഷ്കരണ കമ്മീഷനായി നിയമിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തത്. സാധാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ മറ്റേതെങ്കിലും ഡെപ്യൂട്ടേഷൻ പോസ്റ്റിലേക്ക് നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൺസെന്റ് വേണം എന്ന ചട്ടമുണ്ട്. അത്തരം അതിന് ഉപോത്ബലകമായ കോടതി വിധികളുമുണ്ട്. ഈ വിധികളും മറ്റും ചൂണ്ടിക്കാണിച്ചാണ് ചീഫ് സെക്രട്ടറി ബി അശോക് കത്ത് നൽകിയത്. എന്നാൽ കത്ത് പരിഗണിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഇന്നലെ രാത്രി ഇപ്പോൾ നിലവിൽ ലാൻഡ് റവന്യൂ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ടിങ്കു ബിസ്വാൾ IAS കാർഷികോൽപാദന കമ്മീഷനായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് കാറ്റിൽ നേരത്തെ സമർപ്പിച്ച ഹർജി പരിഗണിച്ചത്. അശോകിനെ തദ്ദേശഭരണ കമ്മീഷൻ ആയി നിയമിച്ച സർക്കാർ തീരുമാനം സ്റ്റേ ചെയ്തു. സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഉണ്ടായിരിക്കുന്നത്. അശോക് തന്നെ കാർഷികോൽപാദന കമ്മീഷൻ തുടരുമെന്നാണ് ഇപ്പോൾ ഈ വിധിയിലൂടെ മനസ്സിലാക്കേണ്ടത്. ടിങ്കു ബിസ്വാളിനെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ തീരുമാനം റദ്ദായിരിക്കുന്നു. എന്തായാലും സർക്കാരിന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു ഇടപെടലാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഉണ്ടാകുന്നത്. തുടർച്ചയായി IAS ഉദ്യോഗസ്ഥരുമായി സർക്കാരിന്റെ അവർക്ക് നേരെയുള്ള നടപടികൾ വലിയ തോതിൽ ചർച്ചയാകുന്നു. ഇതിലേക്കാണ് ബി അശോക് തന്നെ നിയമനം ചോദ്യം ചെയ്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ ന്യായങ്ങളുണ്ടെങ്കിലും ശ്രീത്ത് IAS കേഡറിന് പുറത്തുള്ള പദവിയിൽ നിയമിക്കുമ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം എന്ന സുപ്രീം കോടതി ഉത്തരവ് തന്റെ കാര്യത്തിൽ പാലിച്ചില്ല എന്ന് പറയുകയായിരുന്നു ബി അശോക്. അതേസമയം ഈ ഭരണ സർവീസിൽ സുപ്രധാന ചുമതല വഹിക്കുന്ന ഒരു കേഡർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനെ കേഡറിന് പുറത്തേക്ക് മാറ്റാനാവില്ല എന്ന ചട്ടം ലംഘിക്കപ്പെട്ടു എന്നത് ഈ പറഞ്ഞ റൂൾസിനകത്ത് നിന്ന് പറയും. ഇപ്പം സർക്കാരിന് ഉറപ്പായും സർക്കാരിൻ്റെതായ ന്യായമായ കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഈ സർവീസ് റൂളിനകത്ത് നിന്നുള്ള കാരണങ്ങൾ പറഞ്ഞായിരുന്നു ബി അശോക് ഈ പരാതി ഉന്നയിച്ചത്. അത് തിരിച്ചടിയാകുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാവുന്നതല്ലേ ശ്രീത്ത്? ഹാഷ്മി, തീർച്ചയായും പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ കേഡറിന് പുറത്തുള്ള ഒരു ഡെപ്യൂട്ടേഷൻ പദവിയിലേക്ക് നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൺസെന്റ് വാങ്ങണം എന്നതാണ് ചട്ടം. അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ? മിനിമം ഇങ്ങനെ ഒരു നിയമനം നടത്തുന്നു എന്ന കാര്യം അദ്ദേഹത്തെ അറിയിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അത്തരമൊരു ശ്രമത്തിനോ ഇടപെടലിനോ സംസ്ഥാന സർക്കാരോ ചീഫ് സെക്രട്ടറിയോ തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്യാബിനറ്റ് പദവിയുള്ള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരമാണ് ബി അശോകിനെ സെക്രട്ടേറിയറ്റ് പുറത്തുള്ള ഒരു ഡെപ്യൂട്ടേഷൻ തസ്തികയിലേക്ക് മാറ്റിയതെന്ന് ആക്ഷേപമുണ്ടായിരുന്നു. ഇതാണ് ഈ അശോക്, അതായത് N പ്രശാന്ത് IAS സർക്കാരിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്ക് അശോകും പരോക്ഷമായി പിന്തുണ നൽകുന്നു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം നടത്തിയെന്ന് വേണം അനുമാനിക്കാൻ. എന്നാൽ സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുന്ന രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ കൂടി ആവുകയാണ് എന്ന് പറഞ്ഞാൽ N പ്രശാന്ത് ആദ്യം അങ്ങോട്ട് കത്തയക്കുന്നു. അതിന് പിന്നാലെയാണ് ബി അശോക് കൂടി ചോദ്യം ചെയ്തുള്ള കത്തയക്കൽ. ശ്രീത്, N പ്രശാന്ത് ചെയ്തതുപോലെ അത് ലീഗൽ വശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രകോപനപരമായ കത്തല്ല അശോക് നൽകിയത്. ഇത്തരം ചട്ടങ്ങളുണ്ട്, തന്റെ അനുവാദം ചോദിക്കണമായിരുന്നു. അങ്ങനെ മാത്രമല്ല, തദ്ദേശഭരണ വകുപ്പിൽ തനിക്ക് വെറും 4 മാസത്തെ ഔദ്യോഗിക പരിചയം മാത്രമേ ഉള്ളൂ. നേരത്തെ 4 മാസക്കാലം മാത്രമാണ് താൻ തദ്ദേശഭരണ വകുപ്പിൽ സേവനമനുഷ്ഠിച്ചത്. അപ്പോൾ തദ്ദേശ വകുപ്പിലെ ഒരു പരിഷ്കരണ കമ്മീഷനൊക്കെ അതിന് നേതൃത്വം കൊടുക്കാൻ തനിക്ക് അനുഭവ പരിചയക്കുറവുണ്ട്. അതുകൊണ്ട് മറ്റാരെങ്കിലും പരിഗണിക്കുന്നതായിരിക്കും ഉചിതം എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. ഒപ്പം അതിന്റെ നിയമ വശങ്ങൾ, അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ആളെ കേഡറിന് പുറത്ത് നിയമിക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങളെ പറ്റി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കത്ത് ലഭിച്ച ശേഷവും അദ്ദേഹത്തിന് കൺസെന്റ് ചോദിക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറായില്ല. അതോടുകൂടിയാണ് ബി അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോയത്. ആ നിയമ നടപടിയിലാണ് ഇപ്പോൾ അശോകിന് അനുകൂലമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന് അത് നാണക്കേടാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥൻ സർക്കാർ തീരുമാനത്തിന് വിരുദ്ധമായി ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുന്നു. ആ ഉദ്യോഗസ്ഥന് അനുകൂലമായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് വിധി വരുന്നു. ഇനി മുന്നോട്ടുള്ള ബി അശോകിന്റെ കാര്യത്തിൽ ഒരു സർക്കാർ നിലപാട് എന്താകും ശ്രീത്? സർക്കാരിന്റെ നിലപാട് ഈ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയതിന് പിന്നാലെ അതിന് മറുപടിയൊന്നും നൽകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്തില്ല. കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിലും അശോകിന്റെ നിയമനക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനം ഉണ്ടായില്ല. എന്നാൽ ഇന്നലെ രാത്രി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നാടകീയമായ ഒരു നീക്കം നടന്നു. ടിങ്കു ബിസ്വാൾ IAS കാർഷികോൽപാദന കമ്മീഷന്റെ ചുമതലയിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിറങ്ങി. ഈ ഉത്തരവിന് പിന്നാലെയാണ് ഇന്ന് കാറ്റിൽ ഈ അശോകിന്റെ ഹർജി പരിഗണിക്കുന്നതും സ്റ്റേ അനുവദിക്കുകയും ചെയ്തത്. അപ്പോൾ സർക്കാരിന് അശോകിനെ ഇപ്പോൾ ഇരിക്കുന്ന പദവികളിൽ നിന്ന് മാറ്റാനുള്ള ഒരു അമിതമായ താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നു.
വ്യക്തമാക്കുന്ന നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അശോകൻ ഇപ്പോൾ ഇരിക്കുന്ന പദവിയിൽ, അതായത് കേഡർ പദവി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം APC ആയിട്ട് കാർഷികോൽപാദന കമ്മീഷണറായി ഇരിക്കുന്നു, മറ്റ് ചുമതലകൾ വഹിക്കുന്നു. ഇതിന്റെ കാർഷിക സർവകലാശാലയുടെ VC-യുടെ ചുമതല അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ ചുമതലകളിൽ അദ്ദേഹത്തെ മാറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇനി സർക്കാരിന് നയപരമായ തീരുമാനമെടുക്കാം. ആ തീരുമാനത്തിലേക്ക് സർക്കാർ പോകുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയാനുള്ളത്. ആർ ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്. ഇത് കേവലം ബി അശോകിന്റെ ഒരു സ്ഥലമാറ്റം, ബി അശോക് അതിനെ ചോദ്യം ചെയ്യൽ മാത്രമല്ല. നേരത്തെ നമുക്ക് എൻ പ്രശാന്തിന്റെ ഒക്കെ തുടർച്ചയിൽ IAS തലപ്പത്തെ ചേരിപ്പോരെ, IAS രണ്ട് വിഭാഗങ്ങളായി ചീഫ് സെക്രട്ടറി, അല്ലാത്തൊരു വിഭാഗം ചേരിതിരിഞ്ഞുള്ള പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളെ കാണുന്നതാണ്. അതിന്റെ ഭാഗമായി തന്നെ വേണം ബി അശോകിന്റെ മാറ്റത്തെയും ആ നിയമ നടപടിയും ഒക്കെ കാണാൻ. നമുക്ക് നോക്കണം അത് ഏത് എക്സ്റ്റെന്റ് വരെ അത് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്.